Hi dears, welcome back to our channel. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതേ സെയിം സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിന്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യ, സാധാരണ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം നമ്മുടെ മെഷീനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം അറിയാവുന്ന ഏതൊരാൾക്കും സ്വന്തം അളവ് എടുത്ത് സ്വന്തം അളവിൻ്റെ ഒരു പഴയ സാരി ബ്ലൗസ് വെച്ച് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളിതാ ഇതുപോലെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ലൈനിങ്ങുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇതിൻ്റെ മുന്നേയൊക്കെ പല പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാ പീസിനെയും ലൈനിങ്ങുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡ് ഇവിടെ കാണിക്കുകയാണ്. നല്ല വശത്തേക്ക് നമ്മളുടെ ലൈനിങ് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ബോട്ടം ഭാഗം കൈത്തയ്യലൊക്കെ തയ്ക്കാവേ, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസിൻ്റെ മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കിയാൽ മതിയേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെയൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെയൊന്ന് തിരിച്ച് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ ഒരു സെൻറ്റിമീറ്ററൊക്കെ വെടുത്തിലാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ഓപ്പൺ ഭാഗം, അതായത് നമ്മൾ ആ കൈ കയറ്റുന്ന ആ ഭാഗം വരുന്നത് ഇങ്ങനെ കൊടുത്താലും മതി. അതിനുശേഷം ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ നമ്മളിപ്പം കറക്റ്റ് അളവ് നമ്മുടെ ലൈനിങ് ആണ്, അങ്ങനെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുക. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഓൾ പീസസ് എല്ലാം ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ അളവ് നമ്മളുടെ ലൈനിങ് ക്ലോത്തിൽ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. ഇനി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടക്ക് കൊടുക്കുന്നതും അളവ് കൊടുക്കുന്നതും എല്ലാം നമ്മൾ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങോട്ട് ഷാർപ്പ് ചെയ്ത് ഇങ്ങനെ നമ്മൾ 2 ടൈംസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ. ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല ഷാർപ്പായിട്ട് കിട്ടണേ. ആ രീതിയിലാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ടക്ക് ഇടേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ മുന്നേ അടയാളപ്പെടുത്തി കൊടുത്താണ്. പിന്നെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലോണം അവിടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരേണ്ടതെന്ന്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഭാഗം കറക്റ്റാക്കി കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ഈ ആം ഹോളിൻ്റെ അങ്ങോട്ടുള്ള ഭാഗവും നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പിടിച്ച് വരുമ്പോൾ നമുക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അവിടെയും നമ്മളൊരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഷാർപ്പായിട്ട് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ കപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ടക്കിട്ട് കൊടുത്ത് 2 ഭാഗവും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ഇത് കറക്റ്റ് ആണോ എന്ന്, രണ്ടിൻ്റെയും അളവുകൾ നമ്മൾ ചെയ്ത് കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അല്പമൊക്കെ നമ്മളുടെ സ്റ്റിച്ചിൽ മാറ്റം വരുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഇങ്ങനെ നമ്മൾ നോക്കണേ. ഇനി നമ്മൾ ഈ ബെൽറ്റിൻ്റെ പോർഷൻ, നമ്മളുടെ ആ ടക്കിൻ്റെ അവിടുത്തെ ബെൽറ്റ് വെക്കേണ്ട പോർഷൻ എടുക്കുകയാണ്. ഇത് വെക്കുമ്പോൾ ഇതുപോലെ 2 മെയിൻ പോർഷനും പിന്നെ ഒരു ലൈനിങ് പോർഷനോടാണ് നമുക്ക് വേണ്ടത്. അപ്പം മെയിൻ പോർഷൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ അടിഭാഗമാണ് നമ്മൾ ആദ്യമേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് കണ്ടോ, നല്ല വശങ്ങൾ തമ്മിലല്ലേ നമ്മൾ ആ മെയിൻ ക്ലോത്തിൻ്റെ വെച്ച് കൊടുത്തേ, അത് ഇങ്ങനെ നമ്മൾ തിരിച്ച് എടുക്കണം. ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ എടുത്തതിന് ശേഷം ആ ഒരു പീസ് മാത്രമായിട്ട് വരുന്നതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് നീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി അതുപോലെ ചുളുക്കമൊക്കെ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ആണോ എന്ന് എപ്പോഴും നോക്കണം. 2 സൈഡും ഒരുപോലെയാണോ എന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണേ. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് നെക്കിൻ്റെ ഭാഗമാണ്, നെക്ക് വരുന്ന ആ ഭാഗങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ടക്കിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് ചുരുക്കി കൊടുത്തതിന് ശേഷം
അതിൻ്റെ മുകളിൽ കൂടി ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്കിപ്പം ലഭിക്കുവേ. ഇങ്ങനെ നമ്മളിങ്ങനെ ആ പീസുമായിട്ട് വെച്ച് കൊടുക്കുന്നു. അടുത്ത പീസ് എന്താ, ആ നെക്കിൻ്റെ ഭാഗം വരുന്ന പീസുകൾ തമ്മിലാണ് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ദാ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം നമ്മൾ 2 ടൈംസ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ടക്കിൻ്റെ ഭാഗം അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ പുറത്തുകൂടെ ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആ ടക്കൂടെ വെച്ച് നമ്മൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. അതിൻ്റെ ഒരു കോണ് മാത്രമേ സ്റ്റിച്ചിൽ വരാവുള്ളൂ. എന്നിട്ട് ദാ എപ്പോഴും എന്നിട്ട് ദാ ഇതുപോലെ കറക്റ്റാണോ എല്ലാ സ്റ്റിച്ചും തമ്മിൽ ഒരുപോലെയാണോ, നെക്കിൻ്റെ ഭാഗങ്ങൾ ഒരുപോലെയാണോ എന്നൊക്കെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് കറക്റ്റ് ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ആ ഹുക്ക് വെച്ച് കൊടുക്കാനുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിനെ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. എന്നിട്ട് ദാ ഇങ്ങനെ നമ്മളുടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശങ്ങൾ തമ്മിൽ ഇത് റൈറ്റ് സൈഡിലെ പീസിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. റൈറ്റ് സൈഡിലെ പീസിലാണ്, അതായത് വലത്ത് വശത്തെ പീസിലാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. ആ ഹുക്ക് വെച്ച് കൊടുക്കേണ്ട പീസിൻ്റെ നല്ല വശത്തിലേക്കാണ് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അല്പം നമുക്ക് ഫോൾഡ് ചെയ്തിടാൻ നീട്ടി കട്ട് ചെയ്യുക. എന്നിട്ട് ദാ ഇതിൻ്റെ പുറത്തു കൂടി ഒന്നുകൂടെ നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ദാ ഈ ഭാഗം നമ്മൾ ആ നീട്ടിയിട്ട ഭാഗം അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഒന്ന് നന്നായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കണേ. നമ്മളവിടെ ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം ദാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പം നമുക്ക് ആ റൈറ്റ് പീസിൽ, അതായത് നമ്മളുടെ വലത്ത് വശത്തെ സൈഡിലുള്ള പീസ് ഹുക്ക് വെക്കാനുള്ളത് നല്ല നീറ്റായിട്ട് കിട്ടും. നെക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുവേ. ഇനി നമ്മൾ ഹോള് വെച്ച് കൊടുക്കാനായിട്ടാണ്. അതിനായിട്ട് നമ്മൾ ആ 3 ഇഞ്ച് വിഡ്ത്തുള്ള പീസ് എടുത്ത് അതിനെ മെയിൻ ക്ലോത്തും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ അടുത്ത പീസിൻ്റെ ചീത്ത വശത്തേക്ക് ദാ ഈ നല്ല വശം നമ്മൾ വെച്ച് കൊടുക്കുന്ന സ്ട്രിപ്പിൻ്റെ നല്ല വശം, അതായത് റൈറ്റ് സൈഡും റോങ് സൈഡും കൂടെ ദാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അത് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതിയേ. അതായത് നമ്മളുടെ ഹോള് വെച്ച് കൊടുക്കുന്ന പാർട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരല്പം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ദാ ഈ സൈഡ് അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ദാ ഈ സ്ട്രിപ്പ് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് ദാ ഈ വി ഷേപ്പിലാണ് നമ്മൾ ദാ ഇവിടെ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ആ ഹോൾ ഇട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ അവിടെ 2 or 3 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ ഒരു വി ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ എൻഡ് തൊട്ട് ദാ ഇങ്ങോട്ട് 2 ഇഞ്ച് ഡിസ്റ്റൻസിലാണ്, 2 ഇഞ്ച് ഇങ്ങനെ ദൂരം വിട്ട് നമ്മൾ ദാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 2 ഇഞ്ച്. ആ രീതിയിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഈ ഓരോ 2 ഇഞ്ച് വരുന്നിടത്ത് നമ്മൾ സൂചി കുത്തുക. അതിനുശേഷം ഒരു വി ഷേപ്പ് അവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓരോന്നും നമ്മളുടെ ഹുക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഹോളാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ട്രിപ്പിനകത്ത് ഹുക്കും ഹോളും ഒക്കെ വെക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പം വേഗം അത് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഈ രീതിയിൽ നമ്മളിതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാവേ. ഇത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കിട്ടുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓൾ എന്നുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് തരണേ. എന്നിട്ട് ബാലൻസ് ഉള്ളത് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ പോർഷൻസ് തമ്മിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഓരോ പാർട്ടും ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കണം. ഈ സ്റ്റിച്ചിങ് എല്ലാം ഒരുപോലെയാണോ, നെക്കിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണോ എന്നൊക്കെ നോക്കണം. ഇനി ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലിയർ അല്ലെങ്കിൽ ആ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഇതാ ബാലൻസ് ഇതാ നമ്മളിങ്ങനെ ആ നമ്മുടെ ബെൽറ്റ് വെച്ചിടമൊക്കെ ബാലൻസ് നീണ്ടു നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ഇതാ ഇതുകൊണ്ടോ ഇതുപോലെ നമ്മൾ ഈ നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ കറക്റ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് 2 ടൈംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത്
ഇങ്ങനെ എടുത്തോണേ. ഇനിയും നമുക്ക് ഇതുപോലെ നമുക്ക് ലഭിക്കുക. ഇനി നമ്മൾ ക്രോസ് കട്ടാണ് ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുന്നത്. ആ സ്ട്രിപ്പുകൾ തമ്മിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് ഇവിടെയും നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്രോസ് കട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ഇതിനെ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അല്ലേ തന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന ബ്ലൗസ് പീസിലും അത് കട്ട് ചെയ്യുന്ന മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നീറ്റായിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ നമ്മൾ എല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തെടുത്ത് നീണ്ടു നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇത് നല്ല പെർഫെക്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം പോലും മാറരുത്, കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അവിടെ നമ്മൾ 2 പീസിലും വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എവിടെയാണോ നമുക്ക് ആ മാർക്ക് വന്ന് അവിടേക്ക് ഒരല്പം നീട്ടിയിട്ട് ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ സ്ട്രിപ്പിൻ്റെ റോങ് സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ സ്ലോയിൽ, ഏറ്റവും സ്ലോയിൽ ഇങ്ങനെ പതിയെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പം വീഡിയോയ്ക്ക് വേണ്ടി നല്ല സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. വളരെ സ്ലോയിൽ ആ ഒരു നമ്മുടെ ഷേപ്പ് പോവാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ എവിടെയാണോ നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുവഴി തന്നെ സ്റ്റിച്ച് വരണേ. എന്നിട്ട് ഒരല്പം മാത്രം നീട്ടി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കർവ് വരുന്നിടത്തെല്ലാം നമ്മൾ ത്രെഡിൽ കട്ട് ചെയ്യാതെ സ്മോൾ കട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ. ഇവിടെ മുഴുവൻ നമ്മൾ ബാക്ക് പോർഷനിലാണെങ്കിലും ഫ്രണ്ട് പോർഷനിലാണെങ്കിലും എവിടെയെല്ലാം വളഞ്ഞു വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ കട്ടിട്ട് കൊടുക്കണേ. നല്ല ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വെച്ച് കൊടുത്ത സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇതുപോലെ ആ വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതെല്ലാം നമ്മൾ വളരെ നീറ്റായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നമുക്കൊരു ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, ഒരു ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. ഇനി നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കൈത്തയ്യലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഹെമ്മിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. അതിനുശേഷം ഇങ്ങനെ നമ്മൾ സൂചിയും നൂലും എടുക്കുക. നൂലിൻ്റെ അടിയിൽ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഭാഗങ്ങൾ ആദ്യമേ നമ്മൾ 2-3 പ്രാവശ്യം ലോക്ക് ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഇങ്ങനെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ രീതിയിൽ കൊടുത്താൽ മതി. നമ്മളുടെ നല്ല വശത്ത് ഒരല്പം മാത്രമേ സ്റ്റിച്ച് വരാവുള്ളൂ. അതായത് നൂല് ഒത്തിരി വരരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നല്ല വശത്ത് ആ രീതിയിൽ വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഇവിടെ കൈത്തയ്യൽ തന്നെ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമുക്കിപ്പം ഇങ്ങനെ ലഭിക്കുവേ. നമ്മളിപ്പം ഈ ഭാഗങ്ങൾ ഇതുപോലെ നെക്കെല്ലാം നല്ല നീറ്റായിട്ട് കൈത്തയ്യൽ തയ്ച്ചു. ഹുക്കും വെച്ച് കൊടുത്ത് ഹുക്കിൻ്റെ പോർഷനിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഭാഗങ്ങളെല്ലാം സെയിം രീതിയിൽ നമുക്ക് ലഭിച്ചേ. ഇനി നമ്മൾ ഇവിടെ ഈ ഷോൾഡറുകൾ തമ്മിൽ വെച്ച് ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് 1/2 ഇഞ്ചോ 1/2 ഇഞ്ചിനെക്കാട്ടി ഒരല്പം കൂടെ കൂടുതൽ വേണേലും ആകാം. ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണ്. ഇപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യാൻ പാടില്ല. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പം കട്ട് ചെയ്തു. ഇനി നമ്മുടെ സ്ലീവും നമ്മൾ ലൈനിങ് ക്ലോത്തുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കേണ്ട നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കുഴിച്ച ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷന്. ഇത്രയും ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുവേ. അങ്ങനെ നമുക്ക് കിട്ടണം. അത് ആ വശമാണ് നമ്മൾ മുൻഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന രീതി കാണിക്കാവേ. ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ ഷോൾഡർ മുതൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ആ കട്ട് ചെയ്ത
ഭാഗം ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നമ്മളിതാ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഈ സെൻറ്റർ മുതൽ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഏറ്റവും പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരോടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതാ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. അതിനുശേഷം ഇതാ ഇങ്ങനെ നമ്മൾ തിരിച്ചതിന് ശേഷം ആ കറക്റ്റ് സെൻറ്റർ മുതൽ നമ്മൾ ഇതാ ഈ ഭാഗവും കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ആ ഭാഗങ്ങളെല്ലാം നമ്മൾ കൈകൊണ്ട് എപ്പോഴും നീറ്റ് ചെയ്താണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മളുടെ സ്ലീവ് ഇങ്ങനെ റെഡിയായി ലഭിച്ചു. ഇനി നമ്മൾ ആ ബോട്ടം ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള സ്ട്രിപ്പ്, 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വിടുത്തുള്ള സ്ട്രിപ്പ് എടുത്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ബാക്ക് പോർഷൻ്റെ ബോട്ടം ഭാഗത്ത് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് സ്ലീവ് ഒരേ മെത്തേഡിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ നല്ല വശത്തേക്ക് ഈ സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇത് നമ്മുടെ ബാക്ക് പോർഷൻ്റെ ബോട്ടം ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു സ്ട്രിപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ പുറത്തുകൂടി നമ്മൾ പ്ലസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതാ ഈ ഭാഗങ്ങൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയും ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ കൈ കൊണ്ടാണ് ഈ ഭാഗവും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ 10 ഇഞ്ചാണ് നമ്മളുടെ പഴയ ബ്ലൗസിന് ഉണ്ടായിരുന്നത്, നമ്മുടെ അളവ് ബ്ലൗസിനുണ്ടായിരുന്നത്. അതേ സെയിം അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. എത്രയാണോ നമ്മുടെ ബ്ലൗസിന് വേണ്ട വിഡ്ത്ത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേ മെത്തേഡിൽ ഇപ്പുറത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് 1-2 സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാവേ. വിഡ്ത്ത് കൂടുതലിട്ടേ ഇങ്ങനെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്കിതാ ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു തരത്തിലുള്ള ഫോർമുലയും ഉപയോഗിച്ചല്ല ഈ ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു അളവ് ബ്ലൗസിൽ നിന്ന് ഏതൊരാൾക്കും സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഒരാൾക്ക് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത്. ഇനി അത്രയും നമുക്ക് നീണ്ടു നിൽക്കണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ ക്ലിയർ ചെയ്തും കൊടുക്കാവേ. നമ്മുടെ സൈഡുകളെല്ലാം ക്ലിയർ ചെയ്ത് ഇതുപോലെ നീറ്റാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ക്ലിയർ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വിഡ്ത്ത് അനുസരിച്ച് 1-2 അടിപ്പ് കൂടൊക്കെ കൊടുക്കാവേ. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് വളരെ സിമ്പിൾ മെത്തേഡിൽ സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഏതൊരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്ത് അവനവൻ്റെ അളവിലെടുത്ത് ഇപ്പം സ്റ്റിച്ചിങ് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഫോർമുലയും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ അളവ് ബ്ലൗസിൻ്റെ സെയിം അളവ് കിട്ടത്തക്ക രീതിയിൽ ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നീട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങനെ ക്ലിയർ ആയിക്കോളുവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.